രാത്രി 11 മണിയോടെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ഒരു സിൽക്ക് എയർ വിമാനത്തിൽ ആദ്യം സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിൽ, തുടർന്ന് രാവിലെ 7 മണിക്ക് അവിടെ നിന്നും പുറപ്പെട്ട വിമാനത്തിൽ ഇപ്പോൾ തായ്ലൻഡിന്റെ ഭാഗമായ ഫുക്കറ്റ് ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലിറങ്ങിയ വിമാനത്തിൽ നിന്നും എയ്റോ ബ്രിഡ്ജിലൂടെ എയർപോർട്ടിന്റെ മെയിൻ ബിൽഡിംഗിലേക്ക്. ധാരാളം വിമാനങ്ങൾ എത്തുന്ന എയർപോർട്ടാണ് ഫുക്കറ്റ് എന്ന ഈ ചെറിയ ദ്വീപിലുള്ളത്. നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇവിടെ എത്തുന്നു. നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനോളം സൗകര്യങ്ങളുള്ള വിമാനത്താവളമാണ് ഇവിടത്തേത്. പക്ഷേ ഇവിടെ വന്നിറങ്ങുന്നത് പ്രവാസികളായ തായ്ലൻഡുകാരല്ല. 90% യാത്രികരും വിദേശികളാണ്, ടൂറിസ്റ്റുകൾ. ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് പൂർത്തിയാക്കി. ഫോട്ടോയും 1200 തായ് ബാത്തും പാസ്പോർട്ടും നൽകിയാൽ വിസ ഉടനെ തന്നെ അടിച്ചു കിട്ടും. പുറത്തേക്കിറങ്ങുമ്പോൾ ടൂർ കമ്പനികളുടെ ബുക്കിംഗ് സെന്ററുകളാണ് കാഴ്ച. അതിൽ സദേൺ തായ്ലൻഡ് ടൂറിസ്റ്റ് പ്രൊമോഷൻ അസോസിയേഷന്റെ ഈ ഓഫീസിൽ നിന്നും ഞാൻ ഇന്നത്തേക്കും നാളത്തേക്കുമുള്ള കുറച്ച് ടൂറുകൾ ബുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കും വില്ലേജ് ടൂറിനുമുള്ള 2 ടിക്കറ്റുകൾ എടുത്തു. അതിനെല്ലാം കൂടി 3000 ബാത്തായി, ഏതാണ്ട് നമ്മുടെ 6000 രൂപ. മറ്റൊരു കൗണ്ടറിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് പത്തോങ് ബീച്ചിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു മിനി ബസിന്റെ ടിക്കറ്റും കിട്ടി. അതിന് 150 ബാത്ത്, അതായത് 360 രൂപ നൽകി. പത്തോങ് ആണ് ഫുക്കറ്റിലെ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രം. പുറത്തിറങ്ങുമ്പോൾ എയർപോർട്ടിന്റെ മുൻഭാഗം ടൂറിസ്റ്റുകളെ കൊണ്ടും ടൂർ കമ്പനി പ്രതിനിധികളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇന്നാട്ടിൽ സ്വദേശികളൊന്നും വിമാനയാത്രയെ നടത്താറില്ലെന്ന് ഇവരെ കാണുമ്പോൾ മനസ്സിലാവും. വന്നിറങ്ങുന്നത് മുഴുവൻ വിദേശികളാണ്. അതിൽ പാശ്ചാത്യരുണ്ട്, വലിയൊരളവ് ചൈനക്കാരുമുണ്ട്. ചൈനീസ് സമ്പന്നരുടെ ഒരു പ്രധാന സുഖവാസ കേന്ദ്രമായി ഫുക്കറ്റ് മാറിക്കഴിഞ്ഞു. ആദ്യകാലത്ത് ചെറിയൊരു എയർപോർട്ടായിരുന്നു ഫുക്കറ്റിലേത്. അത് പടിപടിയായി ഉയർന്ന് ഇപ്പോൾ പ്രതിവർഷം 1.25 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി കൈവരിച്ചിരിക്കുന്നു. 2016 മാർച്ചിലാണ് ഏറ്റവും അവസാനമായി എയർപോർട്ട് വിപുലീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഇപ്പോൾ 55 വിമാന കമ്പനികൾ ഫുക്കറ്റിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ കുറെ മിനി ബസ്സുകളുണ്ട്. നേരത്തെ എടുത്ത ടിക്കറ്റുമായി ചെന്നപ്പോൾ അതിൽ കയറ്റി. ഡ്രൈവറുടെ സമീപമുള്ള മുൻ സീറ്റ് എനിക്ക് തരികയും ചെയ്തു. ധാരാളം വിദേശികൾ പിറകിലെ സീറ്റുകളിൽ ഇരിപ്പുണ്ട്. അവരുടെ നേരെ ക്യാമറ തിരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഈ ഡ്രൈവർക്ക് ഇംഗ്ലീഷിലെ ഏതാനും വാക്കുകളെ അറിയൂ. ആ വാക്കുകൾ തന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. എത്രയോ വർഷമായി ഇവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല. തായ്ലൻഡിൽ ടൂറിസം ഇൻഡസ്ട്രിയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുടെ പോലും ഇംഗ്ലീഷ് വളരെ കമ്മിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നാട്ടുകാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഉത്സാഹവുമില്ല. നമ്മുടെ നാട്ടിലെ ടാക്സി ഡ്രൈവർമാർ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും 2 വർഷം പരിചയിച്ചാൽ ഭംഗിയായി ഇംഗ്ലീഷ് പറയും. തായ്ലൻഡിലെ സാധാരണക്കാർ അത്ര ബൗദ്ധിക ഔന്നത്യമൊന്നുമുള്ളവരല്ല. ഇവിടെ നിന്നും 38 കിലോമീറ്റർ ഉണ്ട് പത്തോങ് ബീച്ച് ഏരിയയിലേക്ക്. ഫുക്കറ്റ് എന്ന ദ്വീപിലെ ഒരു ബീച്ചാണ് പത്തോങ്. പത്തോങ് പോലുള്ള 20 ബീച്ചുകൾ ഫുക്കറ്റ് ദ്വീപിന് ചുറ്റുമുണ്ട്. ബീച്ചുകളും ബീച്ചിന് അനുബന്ധമായുള്ള സ്ട്രീറ്റുകളും അവിടുത്തെ രാത്രി ജീവിതവുമാണ് ഫുക്കറ്റിനെ ലോകപ്രശസ്തമാക്കുന്നത്. തായ്ലൻഡിലെ മറ്റു പല ടൂറിസം സെന്ററുകളിൽ എത്തുന്നതിനേക്കാളും ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണിത്. കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെതായ ഭൂപ്രകൃതിയാണ് പലയിടത്തും കാണുന്നത്. റബ്ബറും എണ്ണപ്പനയുമാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് ഒരു വലിയ ടൂറിസം കേന്ദ്രമായി ഫുക്കറ്റ് വളരുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും സുന്ദരമായ ബീച്ചുകളും വർഷം ചെല്ലും തോറും ഫുക്കറ്റിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കടന്നു പോകുന്ന വഴിയുടെ ഇരുഭാഗത്തും ധാരാളം റിസോർട്ടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉൽപാദക രാഷ്ട്രമാണ് തായ്ലൻഡ്. ധാരാളം റബ്ബർ തോട്ടങ്ങളും കാണാം വഴിയരികിൽ. തെക്കേ തായ്ലൻഡിലെ ഇത്തരം ദ്വീപുകളിലാണ് റബ്ബർ കൃഷി ഏറ്റവും അധികമുള്ളത്.
543 സ്ക്വയർ കിലോമീറ്ററാണ് ഫുക്കറ്റ് ദ്വീപിന്റെ ആകെ വിസ്തൃതി. ഇന്ത്യയോട് അടുത്തു കിടക്കുന്ന തായ്ലൻഡിന്റെ ഭാഗങ്ങളിലൊന്നാണിത്. പാതയുടെ ഇരുവശത്തും ഇക്കാണുന്നതെല്ലാം റബ്ബർ തോട്ടങ്ങളാണ്. ഈ ദ്വീപിന്റെ 60% ഭൂമിയിലും റബ്ബറും എണ്ണപ്പനയും കൃഷി ചെയ്തു വരുന്നു. തായ്ലൻഡിലെ റബ്ബറിന്റെ അമിതോൽപാദനവും വിലക്കുറവുമാണ് പലപ്പോഴും ഇന്ത്യയിൽ റബ്ബറിന് വിലയിടിയാൻ കാരണമാകുന്നത്. ഇന്ന് ഫുക്കറ്റിന്റെ എല്ലാ പ്രദേശങ്ങളും ടൂറിസവുമായി ഇഴചേർന്ന് കിടക്കുകയാണ്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ് ഫുക്കറ്റ്. ആൻഡമാനിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമെല്ലാം തന്നെയാണ് ഇവിടെയും. തലാങ് എന്നാണ് ഈ പ്രദേശത്തിനു പേര്. ചെറിയൊരു പട്ടണമാണ് തലാങ്. ഫുക്കറ്റ് പ്രൊവിൻസിലെ ഒരു ജില്ലയാണിത്. ആകെ 3 ജില്ലകളാണ് ഫുക്കറ്റിലുള്ളത്. അതിൽ ഏറ്റവും വലിയ ജില്ലയും തലാങ് തന്നെ. തലാങ് ജില്ലയുടെ ആസ്ഥാനമാണ് ഈ പട്ടണം. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ തെക്കൻ തായ്ലൻഡിലെ പ്രമുഖമായൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു തലാങ്. ഇപ്പോൾ ടൂറിസത്തിന്റെ വലിയൊരു കേന്ദ്രമാണ് ഇവിടം. നിരവധി ഹോട്ടലുകളും ടൂറിസ്റ്റ് ലോഡ്ജുകളുമെല്ലാം ഉണ്ട് ഇവിടെ. പട്ടണത്തിന്റെ പ്രാന്തങ്ങളിൽ സുന്ദരമായ നിരവധി റിസോർട്ടുകളുമുണ്ട്. പൈതൃക റിസോർട്ടുകൾ, ലേക്ക് റിസോർട്ടുകൾ, വാട്ടർ ഫ്രണ്ട് റിസോർട്ടുകൾ, അങ്ങനെ പലതും. ആകെ 48 കിലോമീറ്റർ നീളമേയുള്ളൂ ഫുക്കറ്റ് ദ്വീപിന്. വെറും 1.5 മണിക്കൂർ കൊണ്ട് ദ്വീപിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് എത്താം. 6 ലക്ഷം ജനം വസിക്കുന്ന ദ്വീപാണ് ഫുക്കറ്റ്. അതിൽ 1,20,000-ത്തിലധികം പേർ വിദേശികളാണ്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാമുള്ള ധാരാളം ആളുകൾ ഇവിടെ സ്ഥിരവാസികളായി കഴിയുന്നുണ്ട്. റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്നവരാണ് അവരിൽ കൂടുതലും. മലേഷ്യയോട് അടുത്തു കിടക്കുന്ന പ്രദേശമാകയാൽ തായ്ലൻഡിൽ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള പ്രൊവിൻസും ഇതുതന്നെ. ബുദ്ധമതക്കാരാണ് ഫുക്കറ്റിലെ ഭൂരിപക്ഷ ജനത. 2ാം സ്ഥാനത്താണ് മുസ്ലിങ്ങൾ. 16-ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്യർ ഫുക്കറ്റിനെ കണ്ടെത്തിയിരുന്നു. പോർച്ചുഗീസ് പര്യവേക്ഷകനായ ഫെർണാവോ മെൻഡസ് 1545-ൽ ഇവിടം കണ്ടെത്തിയതായാണ് ചരിത്രരേഖകൾ. അക്കാലത്ത് ആൻഡമാൻ കടലിലെ കടൽക്കൊള്ളക്കാരുടെ ഒരു താവളമായിരുന്നു ഫുക്കറ്റ്. തന്ത്രപ്രധാനമായ ഈ ദ്വീപിൽ മറഞ്ഞിരുന്ന് ആൻഡമാൻ കടലിലൂടെ നീങ്ങുന്ന വാണിജ്യ കപ്പലുകളെ അവർ കൊള്ളയടിച്ചു പോന്നു. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഫുക്കറ്റിലെ കച്ചവടങ്ങളുടെ മേധാവിത്വത്തിനായി മത്സരിച്ചു. അക്കാലത്ത് ടിൻ ഖനനത്തിന്റെ ഒരു പ്രദേശമായിരുന്നു ഇത്. 1680-ൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കപ്പൽ ഫുക്കറ്റ് തീരത്ത് അടുത്തതായും നിറയെ ടിന്നുമായി മടങ്ങിയതായും ചരിത്രരേഖകളുണ്ട്. കേരളത്തിന്റെ ഇടത്തരം പട്ടണങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമാണിത്. ടൂറിസവുമായി ബന്ധപ്പെട്ട ധാരാളം ചെറുകിട സംരംഭങ്ങൾ ഇത്തരം ടൗണുകളിലെല്ലാമുണ്ട്. ഇടയ്ക്ക് തെങ്ങിൻ തോപ്പുകൾ കാഴ്ചയിലേക്കെത്തുകയായി. ശരിക്കും കേരളീയമായ അന്തരീക്ഷം. ഞാനെത്തിയ സമയത്ത് ഇവിടെ അസഹ്യമായ ചൂടുമാണ്. ഏതാണ്ട് 38-40 ഡിഗ്രി സെൽഷ്യസ്. കേരളത്തിലും ഏതാണ്ട് സമാന കാലാവസ്ഥയാണല്ലോ. ചൊയേങ് തലേ എന്ന സ്ഥലമാണിത്. കുറേയേറെ റിസോർട്ടുകളുള്ള ഒരു പ്രദേശമാണ് ചൊയേങ് തലേ. ഈ പാതയിലൂടെ അങ്ങനെ പോകുമ്പോൾ അവയൊന്നും കാണുന്നില്ലെന്നേയുള്ളൂ. തായ്ലൻഡിലെ ബാങ്കോക്ക്, പട്ടയ തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളെക്കാൾ കൂടുതൽ പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന പ്രദേശമാണ് ഫുക്കറ്റ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ബീച്ചുകൾ അതിഗംഭീരമാണ്. അതിനു പുറമെ തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷം ഈ ദ്വീപിലുണ്ട്. തായ് ജീവിതത്തിന്റെ കൃത്രിമ പകട്ടുകളില്ലാത്ത ഒരു നേർചിത്രവും ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ധാരാളം പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിറങ്ങുന്നുണ്ട്. 35 ലക്ഷം ടൂറിസ്റ്റുകളാണ് പ്രതിവർഷം ഫുക്കറ്റ് സന്ദർശിക്കാനെത്തുന്നത്. അതിൽ ചൈനക്കാരും ജപ്പാൻകാരും അമേരിക്കക്കാരും യൂറോപ്യരുമെല്ലാം ഉൾപ്പെടുന്നു. ഇപ്പോൾ ഫുക്കറ്റിലെത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും അധികം പേർ ചൈനയിൽ നിന്നാണ്. ഇന്ത്യക്കാരും കുറവല്ല. ഉത്തരേന്ത്യക്കാരായ ഒട്ടേറെ ടൂറിസ്റ്റുകൾ ഫുക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തായ്ലൻഡിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് തുടങ്ങിയ സമാന കാഴ്ചകളും കാലാവസ്ഥയുമുള്ള നാടുകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്.
ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, US തുടങ്ങിയ നാടുകളിലുള്ളവരും യൂറോപ്പിലുമെല്ലാം ചേരുമ്പോൾ എല്ലാ ദിവസവും ഉത്സവം നടക്കുന്ന ഒരു അമ്പലപ്പറമ്പ് പോലെയാവുന്നു ഫുക്കറ്റ്. മിനി ബസ് ഒരു കയറ്റം കയറാൻ തുടങ്ങി. കേരളത്തിലേതുപോലെ തന്നെ ഒരു ചെറുപട്ടണം കടന്നാൽ ചെറിയ കുന്നും നാട്ടിൻപുറവുമെല്ലാം പിന്നിടണം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചേങ് തലായ് എന്ന സ്ഥലത്തേക്കാണ്. കടൽ തീരത്തെ കുന്നാണ് ചേങ് തലായ്. വലതുവശത്ത് താഴെ ഒരു ബീച്ചുണ്ട്. സൂറിൻ ബീച്ച് എന്ന് അതറിയപ്പെടുന്നു. അങ്ങ് താഴെ കടൽ കാണാം. ബസ് ചേങ് തലായ് മല കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ വലതുവശത്ത് താഴെ ദൈർഘ്യമേറിയ ഒരു വെള്ളമണൽ തീരമാണ് സൂറിൻ ബീച്ച്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇതെല്ലാം ചേങ് തലായ് പ്രദേശമാണ്. ഈ മല കയറി ഇറങ്ങിച്ചെല്ലുന്നത് മറ്റൊരു ബീച്ചിലേക്കായിരിക്കും. ഇത്തരം പ്രദേശങ്ങളിലെല്ലാം ഹൈഡൌട്ടുകൾ പോലുള്ള ഒറ്റപ്പെട്ട ധാരാളം റിസോർട്ടുകളുമുണ്ട്. പുറം ലോകത്തു നിന്നെല്ലാം ഒഴിഞ്ഞുമാറി കടലിന്റെയും പ്രകൃതിയുടെയും സ്വച്ഛതയിൽ കഴിഞ്ഞുകൂടാവുന്ന റിസോർട്ടുകൾ. ഇവിടുത്തെ നാട്ടുകാരും ടൂറിസത്തിനു വേണ്ടി സർവാത്മന ഒരുങ്ങിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകളെ ഒരു വിധത്തിലും ഉപദ്രവിക്കാതെ അവരെ അവരുടേതായ ലോകത്ത് വിടുക എന്ന നയമാണ് അവരുടേത്. ലീം സിംഗ് ബീച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കടന്ന് കമല എന്ന പ്രദേശത്തേക്കെത്തുന്നു. ഒരു ബീച്ച് ഏരിയയാണ് കമല. പത്തോങ് പോലെ പഴയൊരു പട്ടണം കൂടിയാണ് കമല. പുതിയ കാലത്ത് ഫുക്കറ്റിലെ മറ്റു ഭാഗങ്ങൾ എന്ന പോലെ കമലയും ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ചെറുതും വലുതുമായ നിരവധി ഹോട്ടലുകളുണ്ട് ഇവിടെ. കമല ബീച്ചാണ് ഇന്ന് ഈ പ്രദേശത്തെ തന്നെ പ്രശസ്തമാക്കുന്നത്. ദൈർഘ്യമേറിയതും സുന്ദരവുമായ ഒരു ബീച്ചാണത്. കമല പ്രദേശം കടക്കുമ്പോൾ മറ്റൊരു കയറ്റമെത്തുന്നു. കാത്തു എന്ന പ്രദേശമാണിത്. ഇതാണ് ഫുക്കറ്റിന്റെ ഒരു ഭൂപ്രകൃതി. ഒരു കുന്ന്, അത് കയറിയിറങ്ങുമ്പോൾ കടൽ തീരം, വീണ്ടും കുന്ന്. പച്ചപുതച്ച മലനിരകളും വെള്ളിമണലിന്റെ തീരങ്ങളും സുന്ദര താഴ്വാരങ്ങളുമെല്ലാം ഫുക്കറ്റിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. വീണ്ടും മലയിറങ്ങുന്നു. ഇതിറങ്ങിച്ചെല്ലുന്നത് അടുത്ത ബീച്ചിലേക്കായിരിക്കും. കാലിം ബീച്ചാണ് അവിടെയുള്ളത്. സുനാമി ഏറ്റവും നാശം വിതച്ച ദ്വീപുകളിലൊന്നാണ് ഫുക്കറ്റ്. ഇതാണ് കാലിം ബീച്ച് ഏരിയ. കടലിനോട് വളരെ അടുത്താണ് ഇവിടെയെല്ലാം പാതകൾ. 2004 സുനാമി തിരകളിൽ തകർന്നടിഞ്ഞുപോയ പ്രദേശങ്ങളാണിതെല്ലാം. വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ 250-ലേറെ പേരാണ് അന്നിവിടെ രാക്ഷസ തിരകളുടെ താണ്ഡവത്തിൽ മരണമടഞ്ഞത്. ഫുക്കറ്റിൽ തന്നെ സുനാമി ഏറ്റവും നാശം വിതച്ചത് പത്തോങ് ബീച്ചിലായിരുന്നു. ആ പ്രദേശത്തേക്കാണ് ഞാൻ പോകുന്നത്. സുനാമിക്ക് ശേഷം പുനർനിർമ്മിച്ചതാണ് പത്തോങ്ങിൽ ഇന്ന് കാണുന്ന കെട്ടിടങ്ങളിലേറെയും. മിനി ബസ് പത്തോങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. പത്തോങ് ആണ് ഫുക്കറ്റിലെ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രം. റിസോർട്ടുകളും ഹോട്ടലുകളും ടൂറിസം സെന്ററുകളും ഫുക്കറ്റ് ദ്വീപാകെ ചിതറിക്കിടക്കുകയാണെങ്കിലും അതിന്റെ എല്ലാം കേന്ദ്രബിന്ദു പത്തോങ് ആണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന, ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള, ടൂറിസത്തിന്റെ മുഴുവൻ ആക്ടിവിറ്റികളും അരങ്ങേറുന്ന ഒരിടം. ദ്വീപിലെ ഏറ്റവും വലിയ നൈറ്റ് ലൈഫ് ഏരിയയും പത്തോങ് തന്നെ. പല ഹോട്ടലുകളിൽ ആളെ ഇറക്കി വേണം മിനി ബസ്സിന് പോകാൻ. ഡ്രൈവർ ലിസ്റ്റ് അനുസരിച്ച് ഓരോ ഹോട്ടലിന് മുന്നിലും നിർത്തി ആളുകളെ ഇറക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റോപ്പ് എന്റേതായതുകൊണ്ട് എല്ലാവരും ഇറങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. പത്തോങ്ങിൽ ഈ വഴിയരികിൽ കാണുന്നതെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. ടാറ്റൂയിങ് കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, മസാജ് പാർലറുകൾ, ബാറുകൾ എന്നിവയെല്ലാമുണ്ട്. ഫുക്കറ്റ് ദ്വീപിലെ 60%-ലേറെയും ആളുകൾ ടൂറിസത്തെ ഉപജീവിച്ച് കഴിയുന്നവരാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ അവർ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നു. ലോകത്തെ പ്രമുഖമായ ഹോട്ടൽ കമ്പനികൾക്കെല്ലാം ഫുക്കറ്റ് ദ്വീപിൽ ഒരു ഹോട്ടലുണ്ട്.
ഹോളിഡേ ഇൻ, റാഡിസൺ, മാരിയറ്റ്, റമദ, ലേ മെറിഡിയൻ തുടങ്ങി ലോകത്തെ ഏത് ഹോട്ടൽ ചെയിൻ എടുത്താലും അവർക്കെല്ലാം ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരിക്കും. പ്രാദേശികമായ ഹോട്ടലുകളും റിസോർട്ടുകളും വേറെ. പത്തോങ് പകൽ നേരത്ത് ഉറങ്ങുന്ന പട്ടണമാണെന്ന് പറയാം. സന്ധ്യയാവണം ഈ തെരുവുകളെല്ലാം പുതിയൊരു ഭാവത്തിലേക്ക് മാറാൻ. ഞാൻ ഇവിടുത്തെ പിംനാര എന്ന ഹോട്ടലിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ഈ ഭാഗത്ത് എവിടെയോ ആണ്. എന്നോട് ഒരുങ്ങിയിരുന്നോളാൻ ഡ്രൈവർ പറഞ്ഞു. അയാൾ പറഞ്ഞതെന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇറങ്ങാനുള്ള നേരമായിട്ടുണ്ടെന്ന് തന്നെ ഊഹിച്ചു. വഴിയരികിൽ ഒരിടത്ത് മിനി ബസ് ഒതുക്കി നിർത്തി. എന്നെ അവിടെ ഇറക്കിവിട്ട് അത് കടന്നുപോയി. ഇവിടെ ജൂങ് സെയിലോൺ എന്നു പേരുള്ള ഒരു മാളുണ്ട്. അതിനകത്താണ് പിംനാര ഹോട്ടൽ. മാൾ എന്നത് ഒരു കെട്ടിടമല്ല, ഒരു വലിയ കോംപ്ലക്സ് ആണ്. റെസ്റ്റോറന്റുകളുടെയും സുവനീർ കടകളുടെയും ഷോറൂമുകളുടെയും എല്ലാം മനോഹരമായ ഒരു കോംപ്ലക്സ്. അവയ്ക്കിടയിൽ പിംനാര ബൂട്ടിക് ഹോട്ടൽ. ഇവിടുത്തെ സംവിധാനങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു. അരക്കിറുക്കനായ ഒരു മുതലാളി കെട്ടിടത്തിലെവിടെയും തന്റെ കരകൗശലങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ ഹോട്ടലിന്റെ പരമ്പരാഗത കെട്ടുകാഴ്ചകളൊന്നുമില്ല. പത്തോങ് എന്ന ഉല്ലാസ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ഇത്. ടൂറിസത്തിന്റെ കേന്ദ്രസ്ഥാനത്തു തന്നെയാണ് ഹോട്ടൽ. അതുകൊണ്ട് എനിക്കിത് ഏറ്റവും സൗകര്യപ്രദമാകുന്നു. 1-ാം നിലയിലാണ് എൻ്റെ മുറി. ലിഫ്റ്റ് വഴി അവിടെ എത്തി. കൂടെ ലിഫ്റ്റിൽ കയറിയ റൂം പോയി വാതിൽ തുറന്നു തരാനായി മുന്നിൽ നടക്കുന്നുണ്ട്. 20-ാം നമ്പർ മുറിയാണ് എൻ്റേത്. അത് ഈ ഇടനാഴിയുടെ അങ്ങേയറ്റത്താണ്. ഇവിടെ 2 തരം മുറികളുണ്ട്. പുറത്തേക്ക് ജനാലകൾ ഉള്ളതും ഇല്ലാത്തതും. ഞാൻ ജനലില്ലാത്ത മുറിയാണെടുത്തത്. ഇതാണ് ആ മുറി. ജാലകങ്ങൾ എങ്ങുമില്ല. ഒരു പെട്ടിക്കകത്തെന്നോണം കിടക്കാം. പക്ഷേ അതൊരു കുറവല്ല. എയർ കണ്ടീഷൻഡാണ്. എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. 2000 രൂപയേ ഉള്ളൂ മുറി വാടക. ഞാൻ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി താഴേക്കിറങ്ങി. ഇപ്പോൾ നേരം 11 മണിയായിട്ടുണ്ട്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ പരിസരം. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതുവഴി നടക്കുന്നത്. നിരവധി റെസ്റ്റോറന്റുകൾ, സുവനീർ ഷോപ്പുകൾ. ജുങ് സെയിലോൺ എന്നത് ഒരു മാളാണെന്നതിനേക്കാൾ വലിയൊരു ഷോപ്പിംഗ് പ്രദേശമാണെന്ന് പറയുന്നതാണ് ശരി. അത് ഒരു കെട്ടിടമാണോ പല കെട്ടിടമാണോ എന്ന ആശയക്കുഴപ്പമുണ്ടാവുന്നു. മുകളിൽ വലിയ പന്തലിട്ടിരിക്കുന്നു. ഇത്തരത്തിൽ സുവനീറും സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം വിൽക്കുന്ന കടകൾ. നിരവധിയായ റെസ്റ്റോറന്റുകൾ. 11 മണി നേരമായതിനാലാണ് ഇവിടം ഇങ്ങനെ വിജനമായി കിടക്കുന്നത്. സന്ധ്യയായാൽ ഇതുവഴി ജനപ്രവാഹം തന്നെയായിരിക്കും. അതിഗംഭീരമായൊരു പ്രദേശം. വഴികളെല്ലാം ചെന്നു ചേരുന്ന ജംഗ്ഷൻ വലിയൊരു കുടക്കീഴിലാണ്. വെയിൽ കൊള്ളാതെ ആളുകൾക്ക് ഇവിടെ വന്നിരിക്കാം. നല്ല വെയിലുള്ള ദിനമാണിന്ന്. അന്തരീക്ഷ താപനിലയും ഉയർന്നു നിൽക്കുകയാണ്. ധാരാളം കോഫി ഷോപ്പുകൾ, ബാറുകൾ, ഭോജനശാലകൾ. ഇങ്ങനെ പ്രൗഢവും മനോഹരവും വൈവിധ്യപൂർണവുമായ മാളിനകത്താണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഒരു തെരുവ് തന്നെയാണിതെന്ന് പറയാം. വാഹന ഗതാഗതമൊന്നുമില്ല. ഒരു ഹാപ്പനിങ് പ്ലേസാണിത്. അടുത്ത ദിവസങ്ങളിലെ പകലുകളിലും വൈകുന്നേരങ്ങളിലും എനിക്ക് നല്ല ദൃശ്യവിരുന്നായിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പ്രൊഫഷണലി ഒരുക്കി വച്ചിരിക്കുകയാണ് എല്ലായിടവും. ഇത് കാണുമ്പോൾ സുനാമിയിൽ തകർന്നടിഞ്ഞുപോയ ഒരിടത്താണ് നിൽക്കുന്നതെന്ന കാര്യം ഓർമ്മയിൽ വരികയേയില്ല. സുനാമിക്ക് ശേഷം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെണീറ്റ പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഒരു തകർച്ചയിൽ നിന്നും ഉയർന്നെണീറ്റ പ്രദേശം. സുനാമിക്ക് ശേഷം വളരെ വേഗം തന്നെ ഈ സൗകര്യങ്ങളെല്ലാം പുനർസൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ വന്നു ചേരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണവും അതിലൂടെയുള്ള വരുമാനത്തിന്റെ സാധ്യതകളുമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന് നിദാനം. ഈ കിടക്കുന്നതാണ് ഇവിടുത്തെ ടാക്സികൾ.
ഒരു പിക്കപ്പ് വാനിന്റെ പിൻവശം കെട്ടിയടച്ച് അവിടെ സീറ്റുകൾ ഇട്ടതാണ്. പത്തോങ് ബീച്ചിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്. ആദ്യം ബീച്ച് കാണണം. ഹോട്ടലിനടുത്തു തന്നെയാണ് ബീച്ചെന്ന് എനിക്കറിയാം. 200-300 മീറ്റർ നടന്നാൽ മതി. അതിമനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്നതാണ് പത്തോങ്ങിന്റെ ഈ ഏരിയ. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഒരു വില്ലേജ് ടൂർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് തന്നെ അതിനുള്ള പണം അടച്ചിരുന്നു. 2 മണിക്ക് മുൻപ് പത്തോങ് ഏരിയയുടെ പൊതുവായ സ്വഭാവം പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നതിനാണ് ഈ തെരുവിലൂടെ ഞാൻ നടക്കുന്നത്. ബീച്ചിൽ പോവുകയും വേണം. പത്തോങ്ങിന്റെ വർണ്ണാഭമായ കാഴ്ചകളിലൂടെ ഞാൻ നടത്തം തുടർന്നു.